നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. മൂത്ത കുഞ്ഞിന് പനി, അതുമായി ബന്ധപ്പെട്ട് അവർ രണ്ടുപേരെയും കൂടെ വീട്ടിലിരുത്തിയേക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ സംസാരിക്കുന്നു, ഫാമിലിയോടൊപ്പം സംസാരിക്കുന്നു, കുഞ്ഞുങ്ങളോട് ഇല്ലല്ലോ, സംസാരിക്കുന്നതിൻ്റെ കാരണം എന്തിനാണ് നമ്മൾ ഈ രാവിലെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു പോസിറ്റീവ് ആകുന്നുണ്ടോ ഇതുകൊണ്ട് ആരെങ്കിലും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ എന്നോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു, ഇതുകൊണ്ട് എന്ത് ഗുണം? അപ്പോൾ ഇതുകൊണ്ട് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒരു ഗ്രാമത്തിൽ, ഒരു ചെറിയ ഗ്രാമം, ഡെവലപ്ഡ് അല്ല, ഒരു സാധാ ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്. അവിടെ അയാൾ എന്നും വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ടോർച്ചും ഒരു ഏണിയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ടോർച്ചല്ല, വിളക്ക്. അയ്യോ, പട്ടി കടിക്കാനാ? എനിക്ക് പേടിയാ, ഓടിച്ചു വിട്ടു. അതായത് ഈ വിളക്കും ഏണിയും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് അയാൾ ഓരോ പോസ്റ്റുകളിലും കയറും. അയാൾക്ക് ഒക്കുന്നിടത്തോളം ആ ഗ്രാമത്തിൽ അയാൾ എന്ത് ചെയ്യും? വിളക്കുകൾ കത്തിക്കും. അത് താൽക്കാലിക വിളക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വിളക്കുകൾ ഇയാൾ കയറി ഇങ്ങനെ കത്തിച്ച് പോവാം. അപ്പോൾ ഒരിക്കൽ അതിന് അയാളെ ഈ നാട്ടുകാർ കളിയാക്കും. കാരണം എന്താ? ഈ വിളക്ക് രാവിലെ ആകുമ്പോൾ അണഞ്ഞു പോവും, പ്രകാശം വരും. പിറ്റേന്നും ഇതുപോലെ എന്ത് ചെയ്യും? ഇരുട്ട് വരും. അത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന പ്രതിഭാസമല്ല, ഇത് ദിവസവും പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ആൾ എന്ത് ചെയ്യും? രാവിലെ വരണം, ഇത് കത്തിക്കണം, എന്നും വൈകിട്ടാവണം, ഇയാൾ കത്തിക്കണം. വലിയ ഒരു ജോലിയാണ്. അപ്പോൾ ആൾക്കാർ കളിയാക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ചോദിച്ചു, അയാൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ എന്നും ഈ വഴിയോരത്ത്, പാതയോരത്ത് ഈ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങളുടെ ഈ പ്രായത്തിൽ വിളക്കുകൾ തെളിയിക്കുന്നില്ല? അയാൾക്കൊരു പ്രശ്നമല്ല, അയാൾ ഹാപ്പിയാണ്, അയാൾ വിളക്ക് കത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവൻ ചോദിച്ചു, ചാച്ചാ എന്തിനാണ് ഈ വിളക്ക് ഇങ്ങനെ തെളിയിക്കുന്നത്? നാളെയും ഇതേപോലെ തെളിയിക്കേണ്ടി വരില്ലേ? സൂര്യപ്രകാശം വരുമ്പോൾ അത് അടുത്ത ദിവസവും ഇങ്ങനെ ഇത് പ്രൊസീജിയർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞേ, നാളെ ഇരുട്ട് വരുമെന്ന് എനിക്ക് നല്ലോണം അറിയാം, മനസ്സിലായോ? പക്ഷേ ഈ വെളിച്ചത്തിൽ ആരെങ്കിലും ഒരാൾ സേഫായിട്ട് അയാളുടെ വീടെത്തുന്നുണ്ടാവും. തീർച്ചയായും. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഈ വെട്ടത്തിരുന്ന് പഠിക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വഴിതെറ്റാതെ യാത്ര ചെയ്യാൻ ഇത് സഹായമാകുമായിരിക്കും. ഞാൻ ഈ ലോകത്തെ മൊത്തം മാറ്റാൻ വന്നതല്ല, എനിക്കതിന് കഴിയില്ല. ഈ ലോകം മൊത്തം വെളിച്ചം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എൻ്റെ ഈ ഗ്രാമത്തിൽ എനിക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയും. മനസ്സിലായോ? ഇത് പറഞ്ഞപ്പോൾ ആ പയ്യൻ്റെ ചിരി മാഞ്ഞു. അവൻ ബോധവാനായി. തൻ്റെ ജീവിതത്തിലും വളരെ ചെറിയ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ആ പയ്യൻ മനസ്സിലാക്കുക. ഈ പയ്യൻ ഈ വല്യപ്പന് ശേഷം ഈ ജോലി ഏറ്റെടുക്കുന്നു. ഇതാണ് സംഭവം. മനസ്സിലാവുന്നോ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ നീ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം, അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത ചോദ്യത്തിൻ്റെ മറുപടി ആയത്, എന്നെക്കൊണ്ട് ഞാൻ ഈ ലൈവ് രാവിലെ പറയുമ്പോൾ, രാവിലെ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ മോശമായിട്ടുള്ള കാര്യമല്ലല്ലോ പറയുന്നത്. ഞാൻ പൊളിറ്റിക്സ് രാവിലെ പറയാറുമില്ല. മനസ്സിലാവുന്നു? ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയം വരുന്ന സമയത്തായിരിക്കും ഞാൻ ലൈവ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് ഞാൻ ചിന്തിക്കും. രാവിലെ ഇത് കേൾക്കുന്ന പല രാഷ്ട്രീയക്കാരായിരിക്കും. അവരിൽ ആരും വേദനിക്കാൻ പാടില്ല ഇത് കേട്ടിട്ട്. കമ്മ്യൂണിസ്റ്റുകാരന് ഞാൻ പറയുന്ന കോൺഗ്രസ് ആശയം ചിലപ്പോൾ അയാളുടെ കഷ്ടകാലത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് കേൾക്കുന്നത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ പക്ഷെ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല, സമയം സെലക്ട് ചെയ്യും. മനസ്സിലാവുന്നു? അലസതയോട് കേൾക്കാൻ പറ്റുന്ന സമയത്തോ, എനിക്കറിയാം പീക്ക് ടൈമിലൊക്കെ വരി ഇടാന്ന്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. പരമാവധി ഞാൻ ആ സമയത്തൊന്ന് മാറി നിൽക്കും. പക്ഷേ നന്മ പറയുമ്പോൾ ഞാൻ പീക്ക് ടൈം ഉപയോഗിക്കും.
ഈ രാവിലെ എനിക്കറിയാം പലരും എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുന്ന സമയമായി ഇത് സമയം. പക്ഷെ ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വല്യപ്പനെ പോലെയാണ്. ഇതെല്ലാവരും മാറാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇതാരെങ്കിലും ഒരാൾ മാറിയാൽ മതി. മനസ്സിലായല്ലോ എനിക്ക്? അപ്പം ഞാൻ ഈ പറയുന്നത് എന്തായാലും പോസിറ്റീവായ സാധനമാണ്. ഞാൻ നെഗറ്റീവ് പറയാറില്ല. നെഗറ്റീവ് പറയുന്നത് എനിക്കിഷ്ടമല്ല. രാഷ്ട്രീയത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ദാറ്റ്സ് എ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് 2 തരത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനകത്ത് ചില മാനദണ്ഡങ്ങളെന്ന് പറഞ്ഞാൽ, ചിലപ്പം ഞാനിവിടെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം എടുത്തേക്കുന്നത് ജനാധിപത്യമാണ്. ഇപ്പം തന്നെ 3 മന്ത്രിമാർ തമ്മിൽ അടികൂടാൻ അല്ല വഴക്ക് കൂടാൻ പറ്റുന്ന ജനാധിപത്യം ഉണ്ടായോണ്ടാണ്. സ്വേച്ഛാധിപത്യ നിലപാടാണെങ്കിലോ നടക്കത്തില്ല. മനസ്സിലാവുന്നോ? ഒരു സ്വേച്ഛാധിപതി മാക്സിമം നന്നായി ഭരിക്കാൻ ശ്രമിക്കും. കാരണം എന്താ? ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, ജനങ്ങളെല്ലാം കൂടെ ഇറങ്ങി അവനെ തട്ടിക്കളയാതിരിക്കാൻ. അന്നേരം ഇന്ന് ജനാധിപത്യമുള്ളിടത്ത് നമുക്ക് അമർഷമൊക്കെ ആവാം. മനസ്സിലാവുന്നോ? ഞാൻ സെലക്ട് ചെയ്തത് ആ ജനാധിപത്യത്തിനും മതേതരത്വത്തിനുമാണ്. എനിക്ക് വേറെ ഒന്നിനകത്തും പ്രസക്തിയില്ല. പിന്നെ എല്ലാം മനുഷ്യൻ ജയിക്കേണ്ടത്, മനുഷ്യൻ്റെ ജീവിതം ഉയരങ്ങളിൽ എത്തിക്കേണ്ടത് അത് ആ വ്യക്തി തന്നെയാണ്. ഒരു രാജ്യത്തിനും ചെയ്യാൻ പറ്റത്തില്ല. 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം ഫ്രീയാണ്. പക്ഷെ ആ വിദ്യാഭ്യാസം ആ കുഞ്ഞിന് കൊടുക്കുന്നില്ല ആ വീട്ടുകാർ എന്ന് ഒരാൾ പറഞ്ഞ അവനെതിരെ കേസെടുക്കാം. അവൻ്റെ മൗലിക അവകാശത്തെ ലംഘിച്ചു. അതായത് ഒരമ്മ കുഞ്ഞിന് പാല് കൊടുക്കാതെ എവിടെങ്കിലും കൊണ്ടിട്ട ആ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കും. അവരോട് ജനിപ്പിക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. ജനിപ്പിച്ചാൽ അതിന് ഉത്തരവാദിത്വം എടുക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വഴി കളയുമ്പോൾ അമ്മമാരെ പൊക്കുന്നത്. മനസ്സിലാവുന്നോ? അതുകൊണ്ടാണ് അമ്മ തൊട്ടിലുകൾ ഉണ്ടാക്കിയത്. അങ്ങനെ വഴി കളയാൻ പാടില്ല. റൈറ്റ് പോലെ. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് എ റൈറ്റ് ഓൺ ഹു ബിലോ 14 ഇയേഴ്സ് അവന് മസ്റ്റായിട്ട് കൊടുക്കണം. അത് കൊടുത്തിരിക്കണം. ആ വിദ്യാഭ്യാസമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായോ? ഞാനിവിടെ ചെയ്യുന്ന തലം എന്താണ്? ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വാക്ക് എന്നിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ്. ഈ അപ്പച്ചൻ ചെയ്ത പോലെ ഞാനും പോസ്റ്റുകളിൽ കയറി ലൈറ്റ് ഇടുക. പിറ്റേ ദിവസം ഞാൻ പിന്നെ ഇടും. അത് കണ്ട് പരിഹസിക്കുന്നവരുണ്ടാവും. ആ പരിഹാസം എന്ന് പറയുന്നത് നമ്മൾ നോക്കരുത്. ജോലി മാത്രം ചെയ്യുക. കാരണം ഇത് 10,000-ൽ ഒരാൾക്ക് മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. മനസ്സിലാവുന്നോ? ചിലപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ വെളിച്ചമെന്ന് പറയുന്നത് വെറും ഒരു ലൈറ്റല്ല. അങ്ങനെ അങ്ങ് പഠിച്ചോണം. എന്താ വെളിച്ചമെന്ന് പറയുന്നത്? വെറും ഒരു ലൈറ്റല്ല, അത് ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. തീർച്ചയായും. മനസ്സിലാവുന്നു? അതാണ് ഉൾക്കാഴ്ച എന്ന് പറഞ്ഞൊരു സാഹചര്യം ആയാലും മതി. ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ്സ് പറഞ്ഞുതരാം. മനസ്സിലായോ? ഒരു ചെറിയ കാര്യം വലിയ മാറ്റമുണ്ടാക്കാൻ കാരണമായി മാറും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഐഡിയ കിട്ടിയോ? എല്ലാം മാറ്റാൻ നമുക്ക് കഴിയും? ഇല്ല. ഒരു കാരണവശാലും എല്ലാം മാറ്റാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഈ ഓക്കെ, ഞാനിത് ചെയ്യുന്നത് കൊണ്ടുള്ള, അല്ലെങ്കിൽ ആ വല്യപ്പൻ ആ ലൈറ്റ് തെളിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം നമ്മൾ എന്താണെന്ന് അതിൻ്റെ ലാഭത്തെപ്പറ്റി അന്വേഷിക്കേണ്ട. നമ്മളതങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏത് പ്രവൃത്തി ചെയ്താലും ചെയ്തങ്ങ് ഇടുക. അതിൻ്റെ ഫലം പിന്നെ വരും. നമ്മൾ പറയാതെ, നമ്മൾ കാണാതെ, നമ്മൾ ചിന്തിക്കാതെ ആരോ ഇത് നമുക്ക് വേണ്ടി ചിലപ്പം ചിന്തിക്കും. മനസ്സിലായോ? നിൻ്റെ ഒരു പ്രവൃത്തി ചെറുതാണ് എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. ആ ചെറിയ പ്രവൃത്തി ചിലർക്ക് വലിയ രക്ഷയുടെ കാരണമായി മാറും. അപ്പം ലോകം ഇരുട്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണോ ചെയ്യേണ്ടത്? ആ നീ നിൻ്റെതായ കോൺട്രിബ്യൂഷൻ ചെയ്യുക. ലോകം ഇരുട്ട് തന്നെയാണ്. അത് പ്രകാശം പരത്തുന്ന തരത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മനസ്സിലായോ?
ഒരു ഇരുട്ടിനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എന്ത് സാധനം ഒരാൾ ചെയ്താലും അതിനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. മനസ്സിലായോ? പക്ഷെ അതിലും വിളക്ക് തെളിയിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ചരിത്രത്തെ മാറ്റി എഴുതുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഇതിനകത്തുനിന്ന് പറയാൻ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, എനിക്ക് വലുത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യവും ചിലപ്പോൾ എന്തായിരിക്കും? വളരെ വലുതായിരിക്കും കേൾക്കുന്ന ആൾക്ക്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയം നിനക്കുണ്ടോ? ഇല്ല. വെരി ഗുഡ്. നമസ്കാരം സാറേ. നമസ്കാരം. സാറിന്റെ ഡിക്ഷണറി എടുക്കുക. അത് നമ്മള് അതെന്തോന്നറിയാമോ? അതെന്തോന്നറിയാമോ? ഒരിക്കലും ഡിക്ഷണറി നോക്കി നിങ്ങളുടെ സംശയം തീർക്കാതിരിക്കരുത്. കാരണം ദാറ്റ് ഇസ് പ്രിന്റഡ്. നിങ്ങൾക്ക് ഒരു വാക്കിന്റെ അർത്ഥം വേണേ കിട്ടും. പക്ഷെ അയാൾ ആ എഴുതിയ അർത്ഥം എന്നത്തെയാണെന്നറിയാമോ? എന്നത്തെയാ? ആ കാലത്തെയാ. ആദാമിന്റെ കാലത്തുള്ള ഡെഫിനിഷൻ അല്ല ഇന്ന് വേണ്ടത്. ഇന്ന് സാധനം മാറിപ്പോയി. ഇന്നല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളോട് പൂച്ചെടിയുടെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. സാറിന് ഓർക്കുന്നുണ്ടോ സാറേ? നമ്മൾ ഈ പൂച്ചെടി ഉണ്ട് സാധനം താണ്ടിത്. ഇതിനെന്ത് പറയാം? നിങ്ങളോട് എന്തുകൂടി പറയുന്നേ? പുല്ല് അല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പച്ച. ഈ സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ അരയ്ക്കും ഇങ്ങനെ കൈകൊണ്ട് മുറിവിന്റെ മണ്ടത്തേക്കും. ഇന്ന് നമ്മൾ അയ്യോമേ ഇന്നത് തേച്ചാൽ നമ്മൾ തട്ടിപ്പോകുന്നുള്ള രീതിയാ. അപ്പൊ ഇത് ഈ ചെടി ഇത് കണ്ടോ? പല്ലുവേദന വന്നാ ഇത് പല്ലിനടിയിൽ എടുത്ത് വെക്കും. മനസ്സിലായ? പിന്നെ കല്ലുരുക്കി എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് അപ്പുറത്തോടൊപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ മൂത്രമൊഴിക്കാൻ ആൾക്കാർ മൂത്രമൊഴിക്കുന്നിടത്ത് കാണുന്ന എല്ലാ സാധനവും ഒരു സമയത്ത് കേട്ടോ ഞങ്ങൾ ജയിച്ചിരിക്കുന്ന സമയം അയാൾ അടിഞ്ഞ മീൻ ഞാൻ ഒരു ഈ ഒരു ചാള എടുത്ത് ഞാൻ കനാലി ഇടുകയാണ്. ഇത് കനാലി കൊടുത്തു കേട്ടോ. എന്തിനാണെന്നറിയാമോ? അവിടുത്തെ മത്സ്യങ്ങൾ അതിനെ തിന്ന് അയ്യേ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞേ. അതുകൊണ്ട് ലിനി ഒരു കാര്യമുണ്ട്. ഏത് ചെറിയ പ്രവർത്തനമെന്ന് വിചാരിച്ചും നമ്മൾ ചെയ്യാതിരിക്കരുത്. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ചെറിയ പ്രവർത്തനവും ആർക്കെന്തോ വലിയ സമ്പത്തായി മാറും. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രസന്നൻ മെസ്സി പുള്ളിക്കാരനൊക്കെ നല്ല മനുഷ്യനാട്ടോ. കോശി വർഗീസ്, വിഷ്ണു പവിത്രേശ്വരം, രഞ്ജിത് ചായൻ, ഷാജി ഷാമു ഫസ്റ്റ് താണ്ടിരിക്കുന്നുണ്ടോ മഞ്ഞ തൊപ്പിയൊക്കെ വെച്ച് ഷാജി അജോ. ഇവൻ രാവിലെ എഴുന്നേറ്റു എന്ന് പറയുന്ന വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എൻ്റെ നാട്ടുകാരനാണ്, ഭയങ്കര നമ്മുടെ ഏറ്റവും അടുത്ത ദോസ്താണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം. എല്ലാവരും തന്നാൽ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അത് സമൂഹത്തിന് വലുതായി സംഭവിക്കും. താങ്ക് യു. പിന്നെ ഇന്നത്തെ സമരത്തെ ആരും മറക്കല്ലേ. എല്ലാവരും സമരത്തിന് അനുകൂലമായിട്ട് നിൽക്കണം. സമരമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്നത്.